ഇറാൻ ഇപ്പോൾ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. 8 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് 8 പേരുടെ മരണം എന്ന് പറയുന്നത് നിസ്സാരവൽക്കരിക്കുകയല്ല എങ്കിൽ കൂടെയും ഇത് വലിയ രീതിയിൽ ഗൾഫ് മേഖലയിലുള്ള മലയാളികളെ ബാധിക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെ പോലും, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ രൂപയുടെ മൂല്യം ഇടിയുന്നതിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ട് എത്തുന്നതിനുള്ള സാഹചര്യമുണ്ട്. കാര്യം എപ്പോഴും നമ്മുടെ ഈ എണ്ണ എന്ന് പറയുന്ന ഒരു സംഭവം ആ ഒരു പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മളിലേക്ക് പ്രധാനമായും വരുന്നത്. അപ്പോൾ ഇതുമൂലം ഉണ്ടാകാവുന്ന ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിലും ക്രമാനുഗതമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ഒരു തരത്തിൽ പറഞ്ഞാൽ അത് വലിയൊരു ഇടിവിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക പോലെയുള്ള ഒരു വലിയ രാജ്യം, അമേരിക്ക ഇത് ലോക പോലീസിങ്ങിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഈ പറയുന്ന മരണമെന്ന് പറയാൻ പറ്റില്ല, കൊലപ്പെടുത്തലായിരുന്നു അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഒരു കുറച്ച് നാളത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഇല്ലാതിരിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ അമേരിക്ക ഒരു ശക്തമായ നിലയിൽ ഒരു പ്രതിരോധത്തിലേക്കെന്നല്ല പറയുന്ന അക്രമത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇറാനെ പോലെയുള്ള ഒരു രാജ്യവുമായി ആദ്യം ഈ തരത്തിലൊരു യുദ്ധത്തിന് തയ്യാറാക്കി വിടുകയായിരുന്നു. ഇസ്രായേൽ പോലെയുള്ള ഒരു തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു ശക്തമായ നീക്കമായിരുന്നു തുടക്കത്തിൽ അവർ നടത്തിയത്. അമേരിക്ക തന്നെയാണ്. കാരണം അമേരിക്ക കണ്ടെത്തുന്ന ചില ആണവ നിലയങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വരും കാലങ്ങളിൽ അവർക്കോ അവരുടെ കുട്ടികൾക്കോ ദോഷമുണ്ടാകുന്ന തരത്തിലുള്ള ആണവ ശേഖരം ഇവർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അതാണ് പൊതുവിൽ പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ആണവ നിരായുധീകരണം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇവർ ഈ ആണവ റിയാക്ടറുകളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ. പക്ഷേ ഇത് അങ്ങനെയല്ല ശരിക്കും സംഭവിക്കുന്നത്. ഈ വിശാലമായ എണ്ണപ്പാടം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ട്രംപിന്റെ നീക്കം എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഈ ലോക പോലീസിംഗിലേക്ക് ഇറങ്ങുക. അപ്പം ഇസ്രായേൽ വരുന്നു, ഇസ്രായേലുമായിട്ട് യുദ്ധം നടക്കുന്നു. അങ്ങനെ ആ യുദ്ധത്തിൽ ഏകദേശം ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിലേക്ക്, ഒരു വെടിനിർത്തൽ എന്ന് പറയുന്ന നിലയിലേക്ക് പോകുന്നു. അപ്പം ശക്തമായ ആ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖമേനിയുടെ കൊലപാതകം നടക്കുന്നു, ഖമേനിയെ വധിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ അമേരിക്ക നേരിട്ട് ഇപ്പോൾ ഇവരിലേക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, ഒരു പേർഷ്യൻ എന്ന് പറയില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ശക്തമായ ഒരു പശ്ചാത്തലമുള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. എന്ന് വെച്ചാൽ അവർക്ക് റഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് മികച്ച രീതിയിലൊരു ആയുധാഭ്യാസമൊക്കെ നേടി നല്ല ശക്തരായി നിൽക്കുന്ന ഒരു കൂട്ടർ തന്നെയാണ് ഇറാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ ഈ പേർഷ്യൻ്റെ ഒരു കൾച്ചർ ഒക്കെ ഇവർക്കുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാരമ്പര്യമൊക്കെ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു രാജ്യം തന്നെയാണ്. അപ്പം അവർ തിരിച്ചടിച്ചു തുടങ്ങി. അപ്പം ഈ പറയുന്ന ഗൾഫ് നാടുകളിൽ അമേരിക്കയെ സംബന്ധിച്ചുള്ള എല്ലായിടത്തും ഇവരുടെ ഈ ഒരു ബേസുകളുണ്ട്, ഈ പറയുന്ന ഇവരുടെ ഒരു സൈനിക ക്യാമ്പുകൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ സൈനിക ക്യാമ്പുകളിലേക്ക് നിരന്തരം അക്രമം നടത്തുക എന്നുള്ളതാണ്. ഇതിനു മുമ്പ് തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കപ്പലുകൾ, അതായത് അമേരിക്കൻ കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ നിങ്ങളുടെ പടയാളികളെ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പട്ടാളക്കാരെ കൊണ്ട്, അവരുടെ ജഡവും കൊണ്ട് നിങ്ങളുടെ തീരത്തേക്ക് എത്തും എന്ന് ഒരു മുന്നറിയിപ്പ് ഇറാൻ നേരത്തെ തന്നെ